കാറ്റഗറിയിൽപ്പെട്ടതാണ് ന്യൂട്രിചാർജ് ഓൾ പ്രോ. ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ചില ആൾക്കാർക്ക് ഒരുപക്ഷെ വളരെയധികം യാത്ര ചെയ്യുന്ന ആൾക്കാരായിരിക്കും, കഷ്ടിച്ച് 2 നേരം മാത്രമേ കുടിക്കാൻ പറ്റുമായിരിക്കും സാധാരണ പ്രോട്ടീൻ. അപ്പൊ 2 നേരം കഴിക്കുമ്പോൾ ഇപ്പൊ ന്യൂട്രിചാർജ് കൊക്കോ പ്രോഡക്റ്റ്, ന്യൂട്രിചാർജ് സ്ട്രോബെറി പ്രോഡക്റ്റ് ആണെങ്കിൽ ഒരു ദിവസം 2 നേരം കഴിച്ചാൽ 30 ഗ്രാം പ്രോട്ടീൻ കിട്ടും. ബാക്കി ഏത് പ്രോട്ടീൻ കഴിച്ചാൽ 20 ഗ്രാമേ കിട്ടും. അപ്പോ ആ 2 നേരം കഴിക്കുമ്പോൾ അതിലേക്ക് ഈ ന്യൂട്രിചാർജ് ഓൾ പ്രോ ചേർത്ത് കൊടുത്താൽ, നാച്ചുറലി കഴിക്കുന്ന 2 നേരം മാത്രമേ ഉള്ളൂ, പക്ഷേ പ്രോട്ടീനിന്റെ അളവ് ആ 2 നേരത്തിലും അങ്ങോട്ട് പോകും. ഇപ്പൊ 15-15 2 നേരമാണ് നിങ്ങൾ ന്യൂട്രിചാർജ് കൊക്കോ പ്രോഡക്റ്റ്, സ്ട്രോബെറി പ്രോഡക്റ്റ് കഴിക്കുന്നത്. 2 നേരം ഓരോ സെഷൻ കഴിച്ചു കഴിഞ്ഞാൽ 30 ഗ്രാം. ഇനി 2 നേരവും ആ ഒരു സെഷയുടെ കൂടെ ഒരു സ്കൂപ്പ് ഓൾ പ്രോ കൂടി ചേർത്ത് കഴിഞ്ഞാൽ അത് 25 ഗ്രാമായി മാറും. സോ യു വിൽ ഗെറ്റ് 50 ഗ്രാം പെർ ഡേ. അപ്പൊ അങ്ങനെ ചെയ്യുക. അതിനുവേണ്ടിയാണ് ന്യൂട്രിചാർജ് ഓൾ പ്രോ ഇറക്കിയത്. അതിനെ പറയുന്നത് തന്നെ ഓൾ റൗണ്ടർ പ്രോട്ടീൻ എന്നാണ്. കാരണം എന്തിന്റെയും കൂടെയും എപ്പോഴും ചേർക്കാം. എന്തിന്റെ കൂടെ ചേർക്കുന്നോ അതിന്റെ ടേസ്റ്റിന് യാതൊരു മാറ്റം ഉണ്ടാവില്ല. ടേസ്റ്റ് എന്തിലാണോ ചേർത്തിരിക്കുന്നത് അതിന്റെ ടേസ്റ്റ് അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് അതിലുള്ള പ്രോട്ടീനിന്റെ അളവ് കൂട്ടാൻ സഹായിക്കുന്ന ഒരു മാജിക്കൽ പ്രോട്ടീനാണ് ന്യൂട്രിചാർജ് ഓൾ പ്രോ. ഇത് നിങ്ങൾക്ക് എന്തിന്റെ കൂടി ചേർക്കാം എന്ന് പറഞ്ഞതിനർത്ഥം ഇത് റാത്തയിലെ കൂടി ചേർക്കാം, വെജിറ്റബിൾ കറിയിൽ ചേർക്കാം, പിന്നെ പരിപ്പിൽ ചേർക്കാം, ചപ്പാത്തി അല്ലെങ്കിൽ ദോശ അതിന്റെ എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ആ മാവിൽ ചേർക്കാം, പിന്നെ സൂപ്പ് ഉണ്ടെങ്കിൽ സൂപ്പിൽ കഴിക്കാം, പിന്നെ ജ്യൂസ് ഉണ്ടെങ്കിൽ ജ്യൂസിൽ കഴിക്കാം, പിന്നെ ബട്ടർ മിൽക്ക്, മോര്, തൈര് അതിലൊക്കെ ചേർത്ത് കഴിക്കാം, പിന്നെ സ്മൂതിയിലൊക്കെ ചേർത്ത് കഴിക്കാം, സലാദിൽ കഴിക്കാം, പിന്നെ മിൽക്ക് ഷേക്ക് കുട്ടികൾ കൊടുക്കുന്ന മിൽക്ക് ഷേക്കിലേക്ക് ചേർത്തെല്ലാം കൊടുക്കാം. അപ്പൊ എന്തിനു പറയുന്നു, എന്തിന്റെയും കൂടെ ചേർത്തുകൊണ്ട് നമുക്ക് പ്രോട്ടീന്റെ അളവ് കൂട്ടാനും ആ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥത്തിന്റെ ടേസ്റ്റ് മാറ്റാതിരിക്കാനും വേണ്ടിയിട്ട് ഒരു അത്യുഗ്രഹം. എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള പ്രോട്ടീൻ പൗഡർ ലോകത്ത് എവിടെയും ഉണ്ടോ എന്ന് സംശയമില്ല. പ്രോട്ടീനിന്റെ എന്തൊക്കെ വേരിയൻസ് ആണ് ന്യൂട്രിചാർജ് ഇറക്കി തന്നിരിക്കുന്നത്, എന്നിട്ടും ഇതുവരെ കഴിക്കാത്ത ആൾക്കാർ ഇപ്പോഴും. സോ മിക്സ് വിത്ത് വാട്ട് എവർ യു ഈറ്റ്. ഓക്കെ, നിങ്ങൾ കഴിക്കുന്ന എന്താണോ അതിൽ എന്തെങ്കിലും ഞങ്ങൾക്ക് ചേർക്കാം, ടു മേക്ക് ഇറ്റ് എ ട്രീറ്റ്. അതിന്റെ അത് വലിയൊരു ട്രീറ്റ് ആക്കി അങ്ങ് മാറ്റാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സ്വാദ് കിട്ടുന്നു, ആരോഗ്യം കിട്ടും. ഓക്കെ, അപ്പോ എന്ത് ഭക്ഷണത്തിന്റെ കൂടെയും ഏത് പാനീയത്തിന്റെയും കൂടെയും ചേർത്ത് നിങ്ങൾക്ക് ഇത് കഴിക്കാം. ഇറ്റ് വിൽ ഇൻക്രീസ് ദി എമൗണ്ട് ഓഫ് പ്രോട്ടീൻ ഇൻ യുവർ ബോഡി. സോ ന്യൂട്രിചാർജ് ഓൾ പ്രോ ഇസ് വെരി വെരി ഗുഡ് ഫോർ ദാറ്റ്. പിന്നെ ന്യൂട്രിചാർജ് ഓൾ പ്രോ കഴിക്കുമ്പോൾ സാധാരണ എല്ലാ പ്രോട്ടീൻ കഴിക്കുമ്പോഴുള്ള ഗുണം തന്നെ ഇവിടെയും കിട്ടുന്നു. ഓക്കെ, ഇത് മസിൽസ് റിപ്പയർ ചെയ്യുന്നു. പ്രായം കൊണ്ട് മസിൽസിൽ വരുന്ന തകരാറുകളെ റിപ്പയർ ചെയ്തുകൊണ്ട് അത് ബിൽഡപ്പ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതേപോലെ സസ്റ്റെയിൻഡ് ആയിട്ടുള്ള എനർജിയും സസ്റ്റെയിൻഡ് ആയിട്ടുള്ള സ്റ്റെമിനയും നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ ഇമ്മ്യൂണിറ്റിയെ എന്തായാലും ബൂസ്റ്റപ്പ് ചെയ്യും, കൂടുതൽ പ്രോട്ടീൻ കിട്ടുന്നോളും. അതേപോലെ ഇന്റേണൽ ഇൻഫ്ലമേഷൻ, ആന്തരിക നീർക്കെട്ട്, കാരണം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് രാവിലോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഈ ഇന്റേണൽ ഇൻഫ്ലമേഷൻ ആണ് രോഗങ്ങൾ ഉണ്ടാക്കുന്നത്, ചെറുതായാലും വലുതായാലും അതിനൊക്കെ ചെറുക്കും. അതേപോലെ തന്നെ ബൂസ്റ്റ് മെറ്റാബോളിസം ആൻഡ് ഹെൽപ്സ് ബേൺ കാലറീസ്. ശരീരത്തിൽ അമിതമായിട്ട് കാലറി കയറി പോയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ കത്തിച്ചു കളയാനും ശരീരത്തിലെ മെറ്റാബോളിസം ചയാപചയ പ്രവർത്തനങ്ങൾ നന്നാക്കാനും വളരെയധികം സഹായിക്കും. ആൻഡ് ഹെൽപ്സ് മെയിൻറ്റെയിൻ ഹെയർ, സ്കിൻ ആൻഡ് നെയിൽ ഹെൽത്ത്. സാധാരണ എല്ലാ പ്രോട്ടീൻ ചെയ്യുന്നത് പോലെ ഇതും ചെയ്യും. ആൻഡ് ഇംപ്രൂവ്സ് ബ്ലഡ് പ്രഷർ. ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ, പ്രമേഹത്തിന്റെ ലെവൽ കൂടാതെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ, അതേപോലെ ഹൃദയത്തിന്റെ ആരോഗ്യം സംരക്ഷിച്ചു കൊണ്ടുപോകാൻ വളരെയധികം സഹായിക്കും പ്രോട്ടീൻ. എന്തിനു പറയുന്നു, നമ്മളുടെ ചുറ്റും കാണുന്ന അസുഖങ്ങളുടെ ഏറ്റവും മൂല കാരണം ശരീരത്തിൽ പ്രോട്ടീനിന്റെ അഭാവമാണ്. അതുകൊണ്ട് തന്നെയാണ് സുഹൃത്തുക്കൾ, ഇപ്പോഴെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ, ആരോഗ്യ മേഖല ഇൻ സെൻസ് മരുന്നിന്റെ ലോകത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് അധികം സപ്പോർട്ട് അവർ തരാത്തതിന്റെ കാരണം ഇതാണ്. കാരണം ഇതുണ്ടെങ്കിൽ രോഗമുണ്ടാകാനുള്ള സാധ്യത വരും. അപ്പൊ ഇത് മാക്സിമം ഒഴിവാക്കും. പക്ഷെ രോഗം വന്നു കഴിഞ്ഞാൽ ഇത് നല്ലോണം കൊടുക്കുകയും ചെയ്യുന്നു. മനസ്സിലായില്ലേ? അപ്പൊ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ കഴിച്ചു തുടങ്ങുക, കഴിപ്പിച്ചു തുടങ്ങുക. അതുപോലെ ഇംപ്രൂവ്സ് ഗെറ്റ് ഹെൽത്ത്. ഭൂരിപക്ഷം ആൾക്കാർക്കും ദഹന പ്രക്രിയമായിട്ടുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ പ്രോട്ടീൻ ശരിയായ അളവിൽ എല്ലാ ദിവസവും കഴിക്കുമ്പോൾ ദഹനം വളരെ പെർഫെക്റ്റ് ആയിരിക്കും, മോഷൻ പെർഫെക്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ശരീരത്തിൽ യാതൊരു തരത്തിലുള്ള കേടുപാടും ഉണ്ടാവില്ല. ആരോഗ്യം തന്നെയായിരിക്കും മൂല കാരണം. കാരണം ദഹനം കുറയുന്നതുകൊണ്ടാണല്ലോ അനാരോഗ്യത ഉണ്ടാകുന്നത്. അതെല്ലാം അങ്ങോട്ട് മാറും. ആൻഡ് സപ്പോർട്ട്സ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഇൻ അഡോളസെൻസ്. വളരുന്ന കുട്ടികളിൽ വളർച്ചയ്ക്കും അതേപോലെ തന്നെ പരിപൂർണ ഡെവലപ്മെന്റിനും കൂടുതൽ സഹായിക്കുന്ന ഒരു അത്യുഗ്രമായിട്ട് ഉള്ള ഒരു എന്താണ് പറയുക, മോട്ടിവേറ്റർ എന്ന് തന്നെ പറയാം. അതാണ് പ്രോട്ടീൻ. സോ ഗിവ് ന്യൂട്രിചാർജ് ഓൾ പ്രോ ടു എവറി ബോയ്, ഗേൾ, വുമൻ ആൻഡ് മെൻ.
ഓക്കെ, നൗ ഓൾ ന്യൂട്രിചാർജ് ഓൾ പ്രോ ഇറ്റ്സ് അൺഫ്ലേവേർഡ്, യാതൊരു തരത്തിലുള്ള ഫ്ലേവറും ഇല്ല, ന്യൂട്രൽ ആണ്. എന്തിന്റെ കൂടെ ചേർക്കുന്നോ അതിന്റെ ടേസ്റ്റായി ഇത് മാറും. 84% പ്രോട്ടീൻ ആണ് നിങ്ങൾക്ക് ഒരു സ്കൂപ്പിൽ നിന്ന് കിട്ടുന്നത്. അപ്പൊ പ്രോട്ടീൻ മാത്രമേ ഉള്ളൂ അതിൽ. ജസ്റ്റ് ഇമാജിൻ, എന്തൊരു സംഭവമായിരുന്നു. ആ ഒരു സ്കൂപ്പില് 2% ഫൈബറും ബാക്കി കുറച്ച് ട്രേസ് എലിമെന്റ്സും, ബാക്കിയുള്ളത് മുഴുവനും പ്രോട്ടീനാണ്. അപ്പൊ നിങ്ങൾ ന്യൂട്രിചാർജ് സ്ട്രോബെറി പ്രോഡക്റ്റ്, ന്യൂട്രിചാർജ് കൊക്കോ പ്രോഡക്റ്റ്, ന്യൂട്രിചാർജ് കേസർ പിസ്ത പ്രോഡക്റ്റ്, ന്യൂട്രിചാർജ് കിഡ്സ് ഓർ വാട്ട് എവർ ന്യൂട്രിചാർജ് പ്രോഡക്റ്റ് ഷേക്ക് എന്ത് കഴിക്കുന്നുണ്ടോ അതിന്റെ കൂടെ ഒരു സ്കൂപ്പ് ന്യൂട്രിചാർജ് ഓൾ പ്രോ കൂടി അങ്ങ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദി എമൗണ്ട് ഓഫ് പ്രോട്ടീൻ വിൽ ഷൂട്ട് അപ്പ് ലൈക്ക് എനിത്തിങ്. അപ്പൊ നിങ്ങളുടെ ശരീരത്തിൽ പ്രോട്ടീനിന്റെ കുറവ് ഒരിക്കലും ഉണ്ടാവില്ല. ഇത്രയും അത്യുഗ്രമായിട്ടുള്ള ഒരു പ്രോട്ടീൻ കയ്യിലുണ്ടായിട്ട് തിരിഞ്ഞു നോക്കാത്തത് വളരെ ദയനീയമായിട്ടുള്ള കാര്യമാണ്. അതേ പറയാം. സത്യത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് പരിചയമുള്ള നിങ്ങളുടെ ടീമിലെ ഓരോ വ്യക്തികളോട് ഒന്ന് നിങ്ങൾ വിളിച്ച് ചോദിക്കണം, അതിൽ നിന്ന് എത്ര ആൾക്കാർ ഇതുവരെ ഓൾ പ്രോ കഴിച്ചിട്ടുണ്ട്. ഈ ന്യൂട്രിചാർജ് ഓൾ പ്രോ കഴിക്കാത്ത ബഹുഭൂരിപക്ഷം ആൾക്കാരും ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലുണ്ട്, നമ്മുടെ കൂട്ടത്തിൽ. ഓക്കെ, 100% പ്ലാന്റ് ബേസ്ഡ് പ്രോഡക്റ്റ് ആണ്. അതിൽ എനിമൽ സോഴ്സേ ഇല്ല, പ്യുവർലി വെജിറ്റേറിയൻ. ഓക്കെ, പിന്നെ ന്യൂട്രൽ ഇൻ ടേസ്റ്റ് ആണ്. എന്തിന്റെ കൂടെ ചേർക്കുന്നോ അതിന്റെ കൂടെ അങ്ങ് ആവും, അത്രയേ ഉള്ളൂ. പിന്നെ പ്രോട്ടീൻ ഫ്രോം സോയ, പംകിൻ സീഡ് ആൻഡ് പീ. വെറും ഐസൊലേറ്റഡ് സോയ പ്രോട്ടീൻ മാത്രമല്ല 84% ഉള്ളത്. അതിൽ പംകിൻ സീഡ് ഉണ്ട്, അതേപോലെ പീ, അതിന്റെയൊക്കെ പ്രോട്ടീനുകളാണ് ഇതിലുള്ളത്. പിന്നെ കംപ്ലീറ്റ് അമിനോ ആസിഡ് പ്രൊഫൈൽ, അതായത് പിഡിക്കാസ് വാല്യൂ ഈസ് 1, കംപ്ലീറ്റ് അമിനോ ആസിഡ് പ്രൊഫൈൽ. പിന്നെ നാച്ചുറൽ പ്രീബയോട്ടിക് ഉണ്ട്. ദെൻ ഡയറ്ററി ഫൈബർ ആൻഡ് ഫ്രക്ടോ ഒലിഗോസാക്കറൈഡ്സ് പ്രോബയോട്ടിക്. നോക്കി, എല്ലാം ഉണ്ട്. പ്രീബയോട്ടിക് ഉണ്ട്, പ്രോബയോട്ടിക് ഉണ്ട്, അതുപോലെ തന്നെ ഡയറ്ററി ഫൈബറും ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത് 84% പ്രോട്ടീൻ, 2% ഫൈബർ, ബാക്കിയുള്ള ട്രേസ് എലിമെന്റ്സിൽ പ്രീബയോട്ടിക് പ്രോബയോട്ടിക് എല്ലാം കൂടി വരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ടില്ല ഇതുവരെ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ കഴിക്കാൻ തോന്നാറ്. ഒന്ന് കഴിച്ചു നോക്കി. ഇനിയിപ്പോ മറ്റുള്ളതിന്റെ കൂടെ കഴിക്കാൻ താല്പര്യമില്ല സാർ, ഇത് മാത്രം കഴിച്ചു നോക്കി, നോ പ്രോബ്ലം. പക്ഷെ മറ്റുള്ളതിന്റെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പ്രോട്ടീന്റെ അളവ് കുറച്ചും കൂടി കൂടുന്നു മാത്രം. ഓക്കെ, അപ്പൊ ഒരു സെർവിയില് 84% പ്രോട്ടീനും 2% ഫൈബറും ഉണ്ട്. അപ്പൊ നിങ്ങൾ ന്യൂട്രിചാർജ് കൊക്കോ പ്രോഡക്റ്റിന് കൂടെ ആണെങ്കിൽ അതിന്റെ ഫൈബർ ഇതിൽ ആഡ് ചെയ്യും, അതിന്റെ പ്രോട്ടീൻ ഇതിൽ ആഡ് ആവണം. അപ്പൊ അത്രയും പ്രോട്ടീനും കൂടും, അത്രയും ഫൈബറും കൂടും. അപ്പൊ ഈ പറയുന്ന ഇപ്പൊ കഴിഞ്ഞ സെല്ലിന്റെ പോലെ വന്ന പൈൽസ് രോഗികളുടെ എണ്ണം എത്രയാവും, എത്ര കൂടുതലാണെന്നറിയാം പൈൽസ് രോഗികളുടെ. അതിനുവേണ്ടി ഓപ്പറേഷൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് സാർ. ഓ, നന്നായി. അപ്പൊ ഇങ്ങനത്തെ ഒരു അവസ്ഥയെ കൂടെ നമ്മൾ നീങ്ങി പോകുന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും നമ്മൾ രോഗികളായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇപ്പൊ വീഡിയോയിലുള്ള പല നമ്മളെ സുഹൃത്തുക്കള് അവരുടെ കയ്യിൽ ഓൾ പ്രോ ഉണ്ട്. ഇപ്പോ അത് നേരത്തെ ഗംഗാരട്ടൻ കാണിച്ചു, ഇപ്പോൾ സുരേന്ദ്രൻ സാർ കാണിച്ചു. അപ്പോ ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ട് കഴിച്ചു തുടങ്ങിയാൽ മാത്രമേ ആരോഗ്യം ഉണ്ടാവും. അത്രയേ ഉള്ളൂ. പിന്നെ ഈസിലി ഡൈജസ്റ്റബിൾ ആണ്. അല്ലെങ്കിൽ ഇത് കഴിച്ചിട്ട് ദഹന പ്രക്രിയ ദഹിച്ചില്ല സർ എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് പ്രോട്ടീന്റെ തകരാറല്ല, അവരുടെ വയറിന്റെ അകത്തുള്ള തകരാറാണ്, അവരുടെ ഡൈജഷന്റെ പ്രോബ്ലമാണ്. അത് ഒന്ന് ക്ലീൻ ചെയ്യേണ്ടി വരും. പിന്നെ ഇതിൻ്റെ അകത്ത് ഫ്ലേവേഴ്സ് ചേർത്തിട്ടില്ല, കളർ ചേർത്തിട്ടില്ല, എഡിറ്റീവ്സ് എന്തെങ്കിലും ഒന്ന് ചേർത്തിട്ട് ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഒന്ന് ആഡ് ഓൺ ചെയ്യാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അതേപോലെ ഫില്ലേഴ്സ് ചേർത്തിട്ടില്ല, പ്രിസർവേറ്റീവ് ചേർത്തിട്ടില്ല, ഒന്നുമില്ല. നാച്ചുറൽ അങ്ങനെ തന്നെ. എന്ത് നാച്ചുറൽ? എന്താണ് ഇതിൽ നാച്ചുറൽ ഉള്ളത്? ഐസൊലേറ്റഡ് സോയ പ്രോട്ടീൻ, സോയാബീൻ കുരുക്കളിൽ നിന്നുള്ള പ്രോട്ടീൻ, പംകിൻ സീഡ്സ് നിന്നുള്ള പ്രോട്ടീൻ, അതേപോലെ പട്ടാണിയിൽ നിന്നുള്ള പ്രോട്ടീൻ, അത്രയേ ഉള്ളൂ. പിന്നെ 0 ഷുഗർ, കൊളസ്ട്രോൾ ആൻഡ് ട്രാൻസ്ഫാറ്റ് ഒന്നുമില്ല. ട്രാൻസ്ഫാറ്റ് ഇല്ല, കൊളസ്ട്രോൾ ഇല്ല, ഷുഗർ ഇല്ല. ഇനി എങ്ങനെയാ ഇത് പറയേണ്ടത്? ഇത് കഴിപ്പിക്കാൻ ഇനി ഇതിന്റെ കളപ്പറ ഇനി എന്താ പറയണോ? ഐ ഡോണ്ട് ഹാവ് എനിത്തിങ് ടു സേ, റൈറ്റ്? സുരേന്ദ്രൻ സാറ് ക്ലോസപ്പിൽ കാണിക്കുന്നുണ്ട് ന്യൂട്രിചാർജ് ഓൾ പ്രോ. എല്ലാവരും കണ്ടോളൂ കേട്ടത്. അത് ഇന്ന് മുതൽ തന്നെ അത് മേടിച്ച് കഴിക്കാൻ തുടങ്ങി. ഓക്കെ, ആൻഡ് ഫ്രീ ഓഫ് ഡയറി ആൻഡ് ഗ്ലൂട്ടൻ. എല്ലാവരുടെ കയ്യിലുണ്ട് കേട്ടോ. അതല്ലേ, അത് സ്ഥിരമായിട്ട് നമ്മൾ പ്രോഗ്രാമിൽ വരുന്ന ആൾക്കാരുടെ കയ്യിലൊക്കെ ഉണ്ട്. ബാക്കി ആൾക്കാർ അത് മേടിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി ഫ്രീ ഓഫ് ഡയറി ആൻഡ് ഗ്ലൂട്ടൻ. അപ്പോ ഡയറി പ്രൊഡക്ട്സുകളിൽ നിന്ന് എന്തെങ്കിലും തകരാറ് വരുന്ന ആൾക്കാരാണെങ്കിൽ അതൊന്നും ഇതിലില്ല. ഡയറി ഇല്ല, ഗ്ലൂട്ടനിലൊന്നുമില്ല. ചിലർക്ക് ഗ്ലൂട്ടൻ അലർജി ഉണ്ടായിരിക്കും, ചിലരുടെ ഇതൊന്നും ഇതിന് പ്രശ്നമേ അല്ല. ജസ്റ്റ് ടേക്ക് ഇറ്റ്, ദാറ്റ്സ് ഇറ്റ്. ആരെല്ലാം കഴിക്കണം? അത് നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും തന്നെ കഴിക്കണം. 10 വയസ്സിന്റെ മുകളിൽ എല്ലാവർക്കും കൊടുക്കാം. വി ഷുഡ് നോട്ട് ടേക്ക് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുറെ മാറ്റങ്ങൾ വരാൻ പോകുന്നുണ്ട് കേട്ടോ. പ്രോട്ടീൻ കഴിക്കാൻ പാടില്ല എന്ന് പണ്ട് പറഞ്ഞ കാറ്റഗറിയിൽ നിന്നൊക്കെ ഒത്തിരി മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം പഠനങ്ങൾ, റിപ്പോർട്ടുകൾ അതാണ് പറയുന്നത്. അപ്പൊ ആ റിപ്പോർട്ട് ഞാൻ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ
അങ്ങ് തുറന്നു വരുന്നില്ല. പതുക്കെ പതുക്കെ തരാമെന്ന് വിചാരിച്ചു. റൈറ്റ്? കാരണം ആൾക്കാരൊക്കെ ഒന്ന് വരട്ടെ, പതുക്കെ കൊടുക്കാം. തൽക്കാലം ഇപ്പൊ ഇങ്ങനെ തന്നെ പോട്ടെ. ഓക്കെ, അതാണ്. പിന്നെ കഴിക്കേണ്ടത് കുറെ നീണ്ട കാലം കഴിച്ചുകൊണ്ടേയിരിക്കണം. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ ഇപ്പം നമുക്കറിയാം അടുത്ത ഞായറാഴ്ച ഇനി എന്തായാലും ന്യൂട്രിചാർജിന്റെ സൂപ്പർ സൺഡേ പ്രോഗ്രാം ഉണ്ടാവില്ല. കാരണം ഞാനൊക്കെ ബോംബെയിലാണ് ഉണ്ടാവുക. ന്യൂട്രിചാർജ് വീരാംഗന, ന്യൂട്രിചാർജ് വീരിന്റെ ഗംഭീരമായിട്ടുള്ള മഹോത്സവം നടക്കാൻ പോവുകയാണ്. അതിലെ കേരളത്തിൽ നിന്ന് ഒട്ടനവധി പേര്, ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ ഉള്ള ഒട്ടനവധി പേര് ആ പ്രോഗ്രാമിൽ കാണും. അപ്പോൾ ഓൾ ഓവർ ഇന്ത്യയുടെ ഒരു വലിയ സംഗമമാണ് ബോംബെയിലെ ഗോരേഗാവിലെ ഒരു വലിയ ഹോട്ടലിൽ നടക്കാൻ പോകും. അപ്പൊ ഞാനിവിടുന്ന് 2-ാം തീയതി പോയാലും പിന്നെ 4-ാം തീയതി വരത്തും. അതുകൊണ്ട് അടുത്ത ഞായറാഴ്ചത്തെ സൂപ്പർ സൺഡേ ഉണ്ടാവില്ല. അപ്പോൾ അവിടുന്ന് തിരിച്ചു വന്നതിന് ശേഷം പല പുതിയ പ്രഖ്യാപനങ്ങളുമായിട്ടായിരിക്കും ഞാൻ വരിക. ഓക്കെ, അതുകൊണ്ട് ഫിസിക്കൽ മീറ്റിംഗ് ഉണ്ടെങ്കിൽ അവിടെ വരിക. നിങ്ങളോട് പറഞ്ഞല്ലേ, നിങ്ങൾ ഓൾറെഡി വന്നതാണല്ലോ. വരാത്തവരോട് ഞാൻ എങ്ങനെയാ പറയണമെന്ന് എനിക്കറിയാൻ പാടില്ല. അതാണ് പ്രശ്നം ഇവിടെ. വരുന്നവരെന്തായാലും വരും എനിക്കറിയാം. അപ്പോൾ കുറെ പ്രഖ്യാപനങ്ങളുണ്ട്, അത് നിങ്ങളെല്ലാം കേൾക്കും. ഇപ്പോൾ സെഹസാത്തി എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഒരു സംഭവമാണ്. അതിലിപ്പോ കേരളത്തിൽ നിന്ന് ഒട്ടനവധി പേര് വന്നിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് 4-5 ദിവസമായിട്ട് ബിസി ആയതുകൊണ്ട് 3-4 വന്ന് പെൻഡിങ് കിടപ്പുണ്ട്. അവരെ ഇനി ചെയ്യാനുണ്ട്, സെഹസാത്തി കൂടെ കൺസൾട്ടേഷൻ ചെയ്യാനുണ്ട്. അപ്പൊ അതൊക്കെ ഏറ്റെടുത്ത ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ട്. നമ്മുടെ കേരളത്തിലോ ഏറ്റെടുത്ത ആൾക്കാരുണ്ട്. ഞാനിപ്പോ തുറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അത് ഇതുവരെ അറിയാത്ത ആൾക്കാരും നമ്മളെ കൂട്ടത്തിൽ കുറയുണ്ട്. പക്ഷെ എല്ലാവർക്കും ഞാൻ ഒരുപോലെ തന്നെയാണ് പറഞ്ഞു കൊടുത്തത്. പക്ഷെ വന്നവരത് മനസ്സിലാക്കി അതിൽ കൂടെ അവർക്ക് വേണ്ടിയിട്ട് കൺസൾട്ടേഷൻ ചെയ്തു. അവർ മറ്റുള്ളവർക്ക് വേണ്ടി കൺസൾട്ടേഷൻ കൊണ്ടുവന്നു. അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ. അപ്പോ ചില ആൾക്കാർ എന്നോട് പറയുകയും ചെയ്തു. ഇപ്പം നമ്മളെ ഇരിട്ടിയിലെ പ്രഭാരട്ടൻ, അദ്ദേഹം എനിക്ക് കേരളത്തിലെ ആദ്യത്തെ പുരുഷനായിരുന്നു സെഹസാത്തിയിൽ വന്നത്. അപ്പൊ അദ്ദേഹം എടുക്കാൻ വന്നിട്ട് കഴിഞ്ഞ ദിവസം ഞാനിപ്പോ കഥാരോത്സവത്തിൽ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, സാറേ അന്നത്തെ സാറിന്റെ കൺസൾട്ടേഷൻ ശേഷം ഇപ്പോഴെനിക്ക് വല്ലാത്തൊരു സുഖം ഫീൽ ചെയ്യുന്നുണ്ട്, വെൽബീങ് ആയിട്ട് കംപ്ലീറ്റ്. അദ്ദേഹത്തിന്റെ മുഖത്ത് ആ പ്രസരിപ്പ് കാണാനായിരുന്നു. അപ്പൊ അദ്ദേഹവും നമ്മളവിടെ ബോംബെയിലേക്ക് വരുന്നുണ്ട്. അപ്പൊ തിങ്സ് ആർ ഗോയിങ് ഇൻ എ വെരി പോസിറ്റീവ്. നമ്മളതിൽ ഭാഗമാകുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാണ്. ഒട്ടനവധി മാറ്റങ്ങൾ, ഒട്ടനവധി ചേഞ്ചസ് നല്ലതിനുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനെ പൂർണ്ണതയോടെ ചേർത്ത് പിടിക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ 24 മണിക്കൂർ നിങ്ങളുടെ കൂടെ ഞാനുള്ളത് നിങ്ങൾക്കറിയാലോ. ഓക്കെ, ഇപ്പം സെഹസാത്തിലും മലയാളത്തിലും പറഞ്ഞ് ഞാൻ തന്നെയാണ് വന്നിട്ട് അവിടെ കൺസൾട്ടേഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെയും ഭയമില്ല. പിന്നെ വല്ലാതെ തിരക്കായി പോകുന്നതുകൊണ്ടാണ് ചില സമയത്ത് നമുക്ക് വിചാരിച്ച സമയത്ത് ഫോൺ എടുക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ വിചാരിച്ച സമയത്ത് നിങ്ങൾ അയച്ചെന്നത് പഠിച്ചിട്ട് തിരിച്ച് അറിയാൻ പറ്റാത്തത്. പക്ഷെ എന്തായാലും ഞാൻ തീരും, നിങ്ങൾക്കെല്ലാം അറിയിക്കും ഞാൻ. സോ ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് ടു റിമെമ്പർ ദാറ്റ് ദി ഓപ്പർച്യൂണിറ്റി വിച്ച് കംസ് ഇൻ ടു അവർ ഹാൻഡ് യു ഷുഡ് ഗ്രാബ് ഇറ്റ്. കിട്ടുന്ന സൗകര്യങ്ങൾ അല്ലെങ്കിൽ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ചേർത്ത് പിടിച്ചേക്കണം. കാരണം ഈ പറയുന്ന സാധ്യതകളൊക്കെ പിന്നീട് ദിവസം ഉണ്ടാവാൻ. ഏതൊരു കമ്പനിയിലാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നേരിട്ട് വരാൻ പറ്റാത്തവർക്ക് സൂമിൽ കൂടെ കൺസൾട്ടേഷൻ, അതും 10, 20, 25, 30, 40 മിനിറ്റോളം, അത് അബ്സല്യൂട്ട്ലി ഫ്രീ, ഒരു കാശും മേടിക്കാതെ. കൺസൾട്ടേഷനിൽ എന്താണോ കഴിക്കേണ്ടത്, എത്ര കഴിക്കണം, എന്ത് ചെയ്യാൻ പാടില്ല, എങ്ങനെ എക്സസൈസ് ചെയ്യണം, ഭക്ഷണത്തിന്റെ എന്ത് ക്രമീകരിക്കണം, എങ്ങനെ ഉറങ്ങണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് എവിടെയെങ്കിലും ഉണ്ടോ? കേട്ടിട്ടുണ്ടോ? സ്വപ്നത്തിൽ പോലും കണ്ടിട്ടുണ്ട്. ആ ഒരു സൗഭാഗ്യം നമ്മളുടെ കയ്യിൽ ഉണ്ടായിട്ട് പോലും നമുക്ക് അത് സ്വീകരിക്കാൻ പറ്റുന്നില്ല. ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരാളെന്റെ മുമ്പിൽ താരോത്സവത്തിൽ വന്നിട്ടുണ്ടോ, സാർ ഞാൻ രാവിലെ എണീറ്റിട്ട് ഹർബാ ലൈഫിന്റെ ഒരു പ്രോഗ്രാമിന് വേണ്ടി പോകാറുണ്ട്. അവരെന്നോട് പറഞ്ഞു പെട്ടെന്ന് വന്നാ മെലിഞ്ഞ് ഒരു ലെവലാക്കി തരാറ്. എന്റെ മുമ്പിൽ ആൾ എങ്ങനെ എത്തിയെന്ന് പോലും എനിക്കറിയാൻ പാടില്ല കേട്ടോ. കാരണം അദ്ദേഹത്തെ ആരോ തള്ളിക്കൊണ്ടുവന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ ഒരുമാതിരി ജീവനില്ലാതെ. ഞാൻ ഇതാണ് ഹർബാ ലൈഫ്, മനസ്സിലായില്ലേ? അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടൊക്കെ നമ്മൾ വളരെ തയ്യാറായിട്ട് ഓടിപ്പോയിട്ട് കഷ്ടപ്പെട്ടൊക്കെ ചെയ്യുന്നുണ്ട്. 6 മണിക്ക് പോയി അവിടെ ആ വായില് 2000 കൊടുത്തിട്ട് കുടിക്കാൻ. ഇവിടെ ഫ്രീ ആയിട്ട് ഞാൻ 7:30 മണിക്ക് അല്ല 8 മണിക്ക് വന്നിട്ട് പോകുന്നത് കാണാനാണ്. ഓക്കെ, സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, absolutely wonderful protein. Okay, add-on protein ആണ്. Vegan plant-based protein. You sprinkle on the food, make a shake, cook, blend or bake. എന്തുകൊണ്ട് ചെയ്യാം? കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇതിനെ സ്പ്രേ ചെയ്തിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ഇതിന്റെ ഷേക്ക് ഉണ്ടാക്കി കഴിക്കാം, ഇല്ലെങ്കിൽ ഇതിനെ കുക്ക് ചെയ്തിട്ട് കഴിക്കാം, ഇതിനെ ബ്ലെൻഡ് ചെയ്തിട്ട് കഴിക്കാം, ഇതിനെ ബേക്ക് ചെയ്തിട്ട് കഴിക്കാം. വാട്ട് എവർ യു ആർ മേക്കിംഗ്, യു ക്യാൻ ആഡ് ന്യൂട്രിചാർജ് ഓൾ പ്രോ ഇൻ ടു ഇറ്റ്. ആൻഡ് വാട്ട് വിൽ ഹാപ്പൻ? നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം പ്ലാന്റ് പ്രോട്ടീനാൽ, ഫൈബറാൽ, പ്രീബയോട്ടിക് ആൻഡ് പ്രോബയോട്ടിക്കാൽ സമൃദ്ധമായിട്ടുള്ള ഒരു ഭക്ഷണ പദാർത്ഥമായി മാറും. അപ്പോൾ കഴിക്കുമ്പോൾ ആരോഗ്യം മാത്രമേ ഉണ്ടാവൂ, ആരോഗ്യം മാത്രം, അല്ലാതെ ബാക്കി ഒന്നുമേ ഉണ്ടാവില്ല. സോ ദിസ് ഈസ് എ വെരി വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. സോ ന്യൂട്രിചാർജ് കേസർ പിസ്ത ആൻഡ് ന്യൂട്രിചാർജ് ഓൾ പ്രോ
ഇന്ന് മുതൽ നമ്മൾ കഴിച്ചു തുടങ്ങുക, കഴിപ്പിച്ചു തുടങ്ങുക, കൂടുതൽ ജനങ്ങളിലേക്ക് ഇത് എത്തിച്ചു തുടങ്ങുക. അങ്ങനെ ആയാൽ നമുക്ക് എല്ലാവർക്കും ആരോഗ്യം ഉണ്ടാവും, സമാധാനം ഇല്ലെങ്കിൽ ഒന്നുണ്ടാവും. അപ്പോ ഇന്നത്തെ ഈ പ്രോഗ്രാം നിങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുമെന്നുള്ള പ്രത്യേക